അങ്ങനെ പുതിയൊരു ദിവസം കേട്ടോ ഉസ്മാനോട് ബൈ പറയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവനുണ്ടല്ലോ, ഇവന് ഭയങ്കര ആനിമൽ ലവർ. അവൻ വന്ന് ഡോഗുമായിട്ട് ഇത്രയും ക്ലോസ് ആയി. എന്തുവാടാ നിങ്ങൾ മുഖത്തോട് നോക്കുന്ന കഥ പറയുന്നത് ചെയ്യാൻ? എന്തുവാടാ? അതെ. അമ്മ നമ്മൾ ചായ ഇടുന്നു അല്ലേ? രാവിലെ ചായ ഇടുന്നു. നമുക്ക് പെട്ടെന്ന് ഇനി സമയം കളയാനില്ലല്ലേ? അടുത്ത ലൊക്കേഷൻ പിടിക്കുന്നു. മടുത്തല്ലേ? നിങ്ങൾ ഹൈക്ക് ചെയ്യുമല്ലായിരുന്നു, നിങ്ങൾ ഇഴയുമായിരുന്നല്ലോ. ഞങ്ങളവിടെ എത്തി എത്ര കാര്യം കഴിഞ്ഞിട്ട്. എനിക്കല്ലേ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചു എൻ്റെ വെള്ളത്തിൽ ചാടിയതല്ലേ. പെട്ടെന്ന് കുളിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിലച്ഛനായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഉപദേശമൊക്കെ സംഭവിക്കുക. അപ്പോൾ ഞാൻ ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ രാവിലെ തന്നെ ഇത് മടക്കി വെച്ചായിരുന്നു. അപ്പോൾ ക്യാമ്പ് സൈറ്റ് ഇന്നലെ പറഞ്ഞ പോലെ വണ്ടിയുടെ ഉൾഭാഗം ഒന്നും കാണിച്ചില്ലോ. ഇത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബാക്കി എല്ലാ സാധനങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ അതൊന്നും അവരുടെ സാധനങ്ങളൊന്നും ഞങ്ങൾ അധികം എടുത്തിട്ടില്ല. അതായത് കുക്കറീസും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനിയും ഉണ്ട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ലോങ് ലൈഫ് ഇത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇന്നലെ അതുകൊണ്ട് ഞങ്ങൾ മോര് കാച്ചിയതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്തേണ്ട വന്നിട്ടില്ല. ഇത് പിന്നെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ബാക്കിയുള്ള സ്റ്റോറേജിൻ്റെ അകത്ത് വേണ്ട അത്യാവശ്യം വേണ്ട സ്റ്റക്കായാലും ഉപയോഗിക്കാം. അതായത് ജംപ് സ്റ്റാർട്ടർ, പിന്നെ എയർ ഡിഫ്ലേറ്റർ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹൈ ലിഫ്റ്റ് ജാക്ക്, എക്സ്ട്രാ. പിന്നെ 2 സ്പെയർ ടയറുണ്ട്. ഇതിൻ്റെ അടിയിലൊരു ടയറുണ്ട്, ഇവിടെ ഒരു ടയറുണ്ട്. ഇത് പിന്നെ ഷവൽ എന്താ മണ്ണിൽ സ്റ്റക്കാവുകയാണെങ്കിൽ മണ്ണ് മാറ്റാൻ വേണ്ടിയുള്ള ഷവല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ടെൻറ്റ് ഇപ്പം ഇതുപോലെ ഇതൊരു മിഷൻ തന്നെ. ഇങ്ങനത്തെ ടെൻറ്റ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് തുറക്കലും അടയ്ക്കലും ഒരു വലിയ പണി തന്നെയാണ്. രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അരമണിക്കൂർ ആ വഴി പോയി കിട്ടും. പക്ഷേ നമ്മൾ 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പിന്നെ ക്യാമ്പ് സൈറ്റുകൾ വന്നു കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ക്യാമ്പ് സൈറ്റുകളിൽ ഇവിടെ എല്ലാ ക്യാമ്പ് സൈറ്റുകളിലൊന്നുമില്ല. ഇവിടെ അവർ തന്നെ ഒരു ലൈറ്റ് തരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെ മഴ പെയ്യാതെ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതുപോലെ ഇത് മെയിൻ സപ്ലൈ. പിന്നെ അത് കൂടാതെ നമുക്കൊരു 2 പവർ പോയിൻ്റ് തരും. ഇത് 220 ആണ്. പിന്നെ വെള്ളത്തിനുള്ള സപ്ലൈ ഉണ്ടാവും. മിക്കവാറും ചിലർക്കൊക്കെ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റേ ഉണ്ടാവുള്ളൂ, ഷെയറിങ് കോമൺ ആയിട്ട് ടോയ്ലറ്റ്. പക്ഷേ ഇവിടുത്തെ നല്ല ഒരു ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവരുടെ നല്ല ക്യാമ്പ് സൈറ്റാണ്. നല്ല സൂപ്പർ ഫെസിലിറ്റീസ് കേട്ടോ. എന്ന് വെച്ചാൽ അവർ നമുക്ക് ടോയ്ലറ്റ് സ്വന്തമായിട്ട് ടോയ്ലറ്റ്. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് കാണിച്ചില്ല. പക്ഷേ നമുക്കവിടെ ഷവറും ടോയ്ലറ്റും ഹോട്ട് വാട്ടറും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ ക്യാമ്പ് സൈറ്റുകാർക്കാണെങ്കിൽ അവിടെയുണ്ട്. പിന്നെ നല്ല സ്പേസ് ഉണ്ട്. ഓരോ ക്യാമ്പ് സൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ക്യാമ്പ് സൈറ്റിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. ഒരു രാവിലത്തെ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഡാലി? പടപടയുന്നു അല്ലേ? ഇച്ചിരി ബ്രെഡും മുട്ടയും ഉണ്ടാക്കുന്നു. അങ്ങനെയുണ്ട്. ഇവനെ ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണമല്ലോടാ. വേറെ തമാശ കേൾക്കണം. ഇവന് പട്ടീനെ എന്നാ അറിയത്തില്ല, മൃഗങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. നാച്ചുറലായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു വലിയ കോമഡി ഉണ്ടായി. ഞങ്ങൾ മുകളിൽ ചെന്ന് ഡ്രോൺ ഷോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവൻ ഡോഗ് ഇറിറ്റേറ്റഡായി. അല്ലെങ്കിൽ തന്നെ അവൻ അതിൻ്റെ മുകളിലോട്ട് വന്നില്ലായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ ആർച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഡോഗ് വരുന്നില്ലായിരുന്നു. ഞങ്ങൾ അപ്പുറം നിർത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് മുകളിൽ കയറി ഡ്രോൺ ഇട്ടതോടുകൂടി അവൻ ഇറിറ്റേറ്റഡായിട്ട് വന്നിട്ട് കുരയ്ക്കാൻ തുടങ്ങി. ഡോഗ് കുരയ്ക്കാൻ തുടങ്ങിയതോടെ ഇവൻ പറഞ്ഞു, സിയാനും അപ്സെറ്റായി. സിയാൻ പറഞ്ഞു ഡ്രോൺ ഇടണ്ട, ഡോഗ് ഇറിറ്റേറ്റഡ് ആവുന്നു എന്ന് പറഞ്ഞു. എന്നടാ വൈ യു ഗെറ്റ് അപ്സെറ്റ് സിയാൻ? പറ. എന്നാ പറ്റി? ഡോഗ് പേടിച്ചിട്ടാ? അതിന് നീ എന്തിനാ അപ്സെറ്റ് ആവുന്നത്? ഓക്കെ, അവന് ഡോഗ് അപ്സെറ്റ് ആയതോടുകൂടി അവനും അപ്സെറ്റായി. ഇപ്പോൾ അവൻ ഡോഗിനെ സമാശ്വസിപ്പിക്കുകയാണ്. നീ ഡോഗിനെ ആശ്വസിപ്പിക്കുകയുണ്ട. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ചായ ഇവിടെ റെഡിയായി കേട്ടോ. ചായ റെഡി. അപ്പം നമ്മൾ മെല്ലെ പോകാനുള്ള പരിപാടികൾ നോക്കുവാണ്. ഇന്നലത്തെ ബ്രൈ കുറച്ച് മിച്ചമുണ്ടെന്ന്. അത് നമ്മൾ എടുക്കുന്നുണ്ടോ? വേണ്ട,
വേണമെങ്കിൽ എടുക്കാം. കുറച്ച് മിറ്റും ഉണ്ട്, അത് അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇനി അടുത്തൊരു എക്സൈറ്റിംഗ് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇതൊരു അടുത്ത പ്രൊവിൻസിലേക്ക് കയറുന്നു. ഇപ്പം ഞങ്ങൾ കയറി ജസ്റ്റ് ബോർഡറിൽ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈസ്റ്റേൺ കേപ്പ് എന്ന് പറയും. ഇവിടെ 9 പ്രൊവിൻസാണ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 9 പ്രൊവിൻസിൽ കൂടെയുള്ള യാത്ര കൂടി വരുന്നുണ്ട്. അത് കൂടാതെ വേറെ 2 രാജ്യങ്ങളും ഉണ്ട്. ആ രാജ്യങ്ങളുടെ സർപ്രൈസൊക്കെ പറയുന്നത് വെച്ചാൽ അവിടെയൊക്കെ സിറ്റുവേഷൻ ചിലപ്പോൾ ഇത്ര മോശമാണ്. അപ്പം ഞങ്ങൾ അവിടെ കയറി എന്ന് പറയാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങളൊക്കെ സിവിൽ വാറുകളൊക്കെ ഉണ്ട്. ആഫ്രിക്കയല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ആഫ്രിക്കയിൻ്റെ ബ്യൂട്ടിയും ഉണ്ട്, അതിൻ്റെ ചലഞ്ചസും ഉണ്ട്. അപ്പം ഞങ്ങൾ കുക്കിങ് പരിപാടികൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കുന്നു, നമ്മളത് കഴിഞ്ഞാൽ വിട്ടു പോകുന്നു അല്ലേ. ഇതാ നമ്മുടെ ഇത് എന്നും ഈ സാധനങ്ങൾ കയറ്റി ഇറക്കുക ഒരു പണി തന്നെയാണ്. നമ്മുടെ ഒരു വീടിൻ്റെ കംഫർട്ടാണെങ്കിൽ പോലും മൂവ് ചെയ്യാൻ പറ്റും എന്നല്ല, എല്ലാ വീടിൻ്റെതായ കംഫർട്ടും ഇല്ല. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്പൂൺ ഇരിപ്പുണ്ട്, എല്ലാ സാധനവും ഇരിപ്പുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ഇവിടെ എല്ലാ ദിവസവും എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കേണ്ട അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബുൾസൈ മുട്ടയാണ്. പിന്നെ അവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. കാണിച്ചടാ, ഇതെന്നടാ സൂര്യോ, ഇതെന്നടാ കാല്. രാവിലത്തെ ഹൈക്കിങ്ങിൻ്റെയാ. മുട്ടല കാണിച്ചടാ, മുട്ടലെന്നൊരു പോയോ. കുഴപ്പമില്ല, വേനുണ്ടോ? നോ പ്രോബ്ലം അല്ലേ. നിനക്ക് എന്നാ പിന്നെ രാവിലെ തൊട്ട് വെള്ളത്തിൽ ചാടണം സ്വിമ്മിങ് ചാടണം. ഞാൻ എൻ്റെ കൂടെ വലിയ ഇതിൻ്റെ അകത്ത് ചാടാനും മടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ വരണമുണ്ട്, ചെറുതിൻ്റെ അകത്ത് ചാടിക്കാൻ. എല്ലാ രീതിയിലും അവർ ഫെസിലിറ്റീസ് തരുന്നുണ്ട് കേട്ടോ, എത്ര റിമോട്ടാണെങ്കിലും. ഇന്നലെ വേറെ സംഭവം പറയാം. ഇന്നലെ രാത്രിയിൽ മൂങ്ങയുടെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു മൂങ്ങയുടെ കരച്ചിൽ, മറ്റേ സൈഡിൽ നിന്ന് മറ്റേ മൂങ്ങയുടെ കരച്ചിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ നോ സ്റ്റെപ്സ്. അത് അവിടെ എന്തോ നോ സ്റ്റെപ്പ് ഓക്കെ. അപ്പം ആ മൂങ്ങയുടെ കരച്ചിൽ കേട്ടിട്ട് പിള്ളേർക്ക് പേടിയായി. എന്നിട്ട് ഒരാൾ ഇപ്പുറത്ത് കിടക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ, എന്തോ ഒരു ഇൻറ്റൻസ് ആണെന്നറിയാമോ. രാത്രി കിളികളുടെ ശബ്ദവും അങ്ങനെയുള്ള. നിങ്ങളൊന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. മൂങ്ങയായിരിക്കും പേടിയാണോ അവന്? മിണ്ടല്ലേ സഞ്ജയ് മിണ്ടല്ലേ. അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഏതായിരുന്നു. ഇന്നലെ രാത്രിയിൽ മൂങ്ങ വന്നിട്ട് മൂങ്ങയുടെ കരച്ചിൽ കേട്ട് പിന്നെ കരഞ്ഞു. എന്നിട്ട് ഒരാൾ ഇപ്പുറം വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ശരിക്കും രാത്രിയിൽ അത്ര ഇൻറ്റൻസായിട്ട് ഒച്ച കേൾക്കും നന്നായിട്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയാണ്. ബ്രെഡ് ഓംലെറ്റ് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ഇതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ക്യാമ്പിങ്ങിന് പോകുമ്പോൾ വണ്ടിക്കകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ ഗ്ലാസ്. വേറെ ഒന്നുമല്ല, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഒത്തിരി കട്ടർ വഴി ഒത്തിരി എക്റ്റിക്കായ വഴികളിലല്ലേ വരുന്നത്. Welcome back. It's nice to see you guys again. It's lovely to have you as guests, and I'm glad to see you've enjoyed all the activities. You've been on the zip line, you've been to the arch, and there's still lots to do. You haven't seen the cave, and you haven't done our 4x4 on the other side. So hope to see you back soon. Yes, I know, definitely. There's a lot to do here. After this section also, we got a lot of off-road things to do, and there's a famous hike that way into the cliff. Yeah, there's a 8-kilometer hike where you can come down with cables. It could be technical, but you don't have to do the technical. You can do the easy route actually, and it's nice for the children. They can play, they can run, and it's safe. Okay, that's good. Safety. So you will say that I choose the right spot on the. I think so. It's a family. I think it's more family orientated, and you can easily access this farm without you don't need a 4x4 to get. So you can access it with a normal sedan car, which makes a difference. Yeah, okay. But
But if you want to go further into the reserve, you need a 4x4. Yes. Definitely, I'm coming back for that one. Then I will stop here again Good. because I want to do the hike again. Finish Everything, and lot to offer, and it's very neat, well maintained property, and you get each campsite get an individual toilet and shower and what else actually, Yeah, That's- fresh water. fresh water, and you can drink the from water it. is lovely. The And- tap water. Yes, and the pond, and what else? Even a small swimming pool for the kids, and it's the right size. They we can leave them alone there. Actually, altogether, it was a nice experience. Alta, it was nice meeting you. Nice meeting you. Hope to see you and you travel safe. Yeah, we going Be to. safe. Yes, thank you. ഞങ്ങൾ പുതിയ അടുത്ത ലൊക്കേഷനിലേക്കാണ്, അടുത്ത പ്രൊവിൻസിലേക്കാണ്. അപ്പം യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിന്റെ എൻട്രൻസ്. ഡാർലി, എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? നല്ല സൂപ്പർ. ഇവിടെ വേറൊരു ഇല്ല തമാശ ഉണ്ടായി കേട്ടോ. അവിടുത്തെ 2 പട്ടികളുമായിട്ട് വലിയ ക്ലോസ് ആയ ഒരാൾ ഇവിടെ കരച്ചിൽ, പട്ടീനെ വിട്ട് പിരിയുന്നതിന്റെ കരച്ചിൽ. സിയാനെ, വി ക്യാൻ മേക്ക് എ പ്ലാൻസ്. ഓക്കെ, നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടാക്കാം കേട്ടോ. അത്രയ്ക്കും അവന് ഇഷ്ടപ്പെട്ടു. അവന് 2 days ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇനി നമ്മൾ വി ആർ കമ്മിങ് അഗെയിൻ. അപ്പോൾ ഇതാണ് അതിന്റെ എൻട്രൻസ്. വി ആർ എക്സൈറ്റിംഗ്. ഓക്കെ, അപ്പം GPS നോക്കുന്ന ആൾ എന്ത് ചെയ്യേ? GPS നോക്കാവോ? ഓക്കെ, ഇനി ഞങ്ങളുടെ ടെറിട്ടറിയിൽ നിന്നൊക്കെ മാറുവാണ് കാര്യങ്ങൾ. എനിക്ക് അത്ര പരിചയമില്ലാത്ത മേഖലയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ. ക്രൈം റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ചില പ്രൊവിൻസ്, ചില റീജിയണൊക്കെ ഒത്തിരി ക്രൈം റേറ്റ് ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പം ചില ഏരിയാസ് അത്രയില്ല. അപ്പം നമ്മൾക്ക് ഒരിക്കലും റോഡ് നമ്മൾ പ്ലാനിങ്ങിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു റിസ്ക് ഉണ്ട്. അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊടി പാറിച്ച് വണ്ടികൾ, എല്ലാ ടയോട്ടയുടെ ടെറിട്ടറിയാണ്. പൊടി പാറിച്ച് വണ്ടികൾ നമ്മളെ തലോടി പോവാണ്. എങ്ങനെ ഡാർലി, ക്യാമ്പ് ലൈഫായിട്ട് സെറ്റായി വരാൻ തുടങ്ങിയോ? അതെ അല്ലേ? അതെ. പക്ഷെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ വരും. അതായത് ഡ്രൈവ് ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, സ്ഥലങ്ങളിൽ പോയി സെറ്റപ്പ് ചെയ്യണം, പിന്നെ കുക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ കൂടെ ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങൾ കിട്ടും നമുക്ക്, ഫാമിലി ആയിട്ടൊക്കെ ചെയ്യാൻ ക്യാമ്പർ വാനൊക്കെ കിട്ടും. പക്ഷേ അതിന് ബജറ്റ് കൂടുതലാണ്. അത് മാത്രമല്ല, അതിന് ഓഫ് റോഡിങ് ടെറൈനിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് അതായത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഹെല്ലൊക്കെ പോയില്ലേ, അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാം. അങ്ങനെ പല ഇതുണ്ട്. ഇങ്ങനത്തെ ഏത് ടെറൈനിലും നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം ഇനി സമയം കളയുന്നില്ല. ഇനി പോകാൻ പോകുന്ന സ്ഥലങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ നാഷണൽ പാർക്കുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇന്ന് എത്തിച്ചേരാൻ പോകുന്നത് ഇവിടുത്തെ മൗണ്ട് സീബ്ര നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഈസ്റ്റേൺ കേപ്പിലുള്ള ഒരു നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എനിക്ക് ഇന്നലെ തന്നെ ഇവിടെ തന്നെ ഇഷ്ടംപടി വൈൽഡ് ആനിമൽസിനൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പൊ തന്നെ പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവർ എൻജോയ് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒക്കെ വൈൽഡ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാ ഈ ട്രിപ്പിൽ. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വൈൽഡ് ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇവർക്ക് മൃഗങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ കൂടെ റിമോട്ട് ഏരിയയിലേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാലും വേണ്ടില്ല, നമുക്ക് പിള്ളേരുടെ ഹാപ്പി അല്ലേ, അവർക്ക് ഇങ്ങനെ എപ്പോഴും ഒന്നും നമ്മുടെ ഇത്രയും വലിയൊരു ട്രിപ്പ് എന്നൊന്നും ചെയ്യാൻ പറ്റുന്നല്ലോ. നമുക്ക് അവർക്ക് 1-2 ട്രിപ്പൊക്കെ കൊടുക്കാം. നമുക്കിതൊക്കെ പറ്റുള്ളൂ. ഇവരൊക്കെ പെട്ടെന്ന് വളർന്ന് വലുതായി പോകും അല്ലേ. പിന്നെ ഇതുങ്ങളെയൊന്നും നമുക്ക് കിട്ടുക പോലും ഇല്ല. അപ്പോൾ ഇവർക്ക് നമുക്ക് നല്ല എക്സ്പീരിയൻസ്, നല്ല ഓർമ്മകൾ കൊടുക്കാം. ഇതൊക്കെ തന്നെ, ഈ പിക്ചേഴ്സും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഭാവിയിൽ ഓർക്കുമ്പോൾ. നമുക്കാണെങ്കിലും പണ്ട് കാലത്ത് നമ്മൾ ഓരോ സിനിമ കാണാൻ പോയത്, അനിയത്തിപ്രാവ് കാണാൻ പോയതൊക്കെ ഇപ്പോഴും നമ്മൾ മറക്കുകയല്ലോ. അന്ന് നമ്മുടെ മനസ്സിൽ കൂടെ പോയ ആ പെങ്കൊച്ചിന്റെ കാര്യമൊക്കെ അല്ലേ ഡാർലി? അതേത് പെങ്കൊച്ച്? അതെ, അന്നേരം നമ്മുടെ മനസ്സിൽ നമുക്കും തോന്നിയല്ലേ, നമ്മൾ ഓർക്കുന്ന പല തമാശകളുണ്ടല്ലോ. എൻ്റെ ആദ്യത്തെ ലവ് ലെറ്റർ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ നല്ല അടി കിട്ടി, നല്ല തലപ്പട്ടേന്ന് അടി കിട്ടി എനിക്ക്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച ഒരു തമാശ ഉണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് എൻ്റെ പ്രണയം മനസ്സിലാവുന്നില്ല എന്ന് ചിന്തിച്ച ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ സാൻസിയോടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, സാൻസിയോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പൊ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങള്. ഞങ്ങളുടെ ഒരു ഫാമിലി, ഞങ്ങളിങ്ങനെ ഓരോ കഥകളും നമ്മുടെ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇതിലെ ട്രാവൽ ചെയ്യുമ്പോഴാണ്
നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയും ഓർക്കുകയും ചെയ്യുന്നത്. പണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇതുപോലെ ഇന്ന ആളെ കണ്ടിരുന്നു, അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന ആളെ പരിചയപ്പെട്ടത്, അവരാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ, അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്നെ സഞ്ചി അങ്ങ് ആ മലയുടെ അറ്റത്ത് ഒരു മനുഷ്യൻ നമ്മളെ നോക്കി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? നോക്കി അവിടെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നില്ലേ ആ ടിപ്പില്? Who is that? നോക്കട്ടെ, let me see. അവിടെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നത് ആ സൈഡിൽ. What is that അല്ലേ? ഒരു മനുഷ്യന്റെ പ്രതിമ. അത് തന്നെ പല പല രൂപങ്ങളാണ് കാണാൻ പോകുന്നത്. അവിടെ ഒരു അറ്റത്ത് ഒരാൾ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ഗാന്ധി പ്രതിമയോ എന്തോ പോലെ. നോക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ദൂരെ നോക്കുമ്പോൾ ഒരാൾ റോഡിന്റെ സൈഡിൽ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്ന അത് പറയുമ്പോൾ പൊടി പറിച്ചുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് കേട്ടോ, പറയാതിരിക്കാൻ മേല. അപ്പൊ സെറ്റല്ലേ, റെഡിയല്ലേ? വിട്ടേക്കാം, ഗ്രാവൽ റോഡിൽ പറപ്പിക്കാം. വേറത്തെ ഒരു ഗുണം എന്നാണെന്നറിയാമോ? ഇവിടുത്തെ ഗ്രാവൽ റോഡാണെങ്കിലും 120 പിടിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഡാർലി അധികം 120 പഠിപ്പിക്കണ്ട. ഞാനൊന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. അപ്പോൾ വിട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ടാർ റോഡ്, ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഞങ്ങൾ ഗ്രാവൽ റോഡ് തന്നെയാണ് ഈ റൂട്ടിൽ ഇപ്പോൾ ടച്ച് ചെയ്യുന്നത്. വെച്ചാൽ റിമോട്ട് ഏരിയ കൂടെ പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗ്രാവൽ റോഡാണ് കൂടുതൽ. സീറ്റ് മുമ്പോട്ട് കയറ്റി വെക്കൊന്നും വേണ്ടല്ലോ, കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയുണ്ട്. ഇവിടുത്തെ ഇങ്ങനത്തെ ഗ്രാവൽ റോഡുകൾക്ക് നല്ല വീതിയുണ്ട്. ഉള്ളി കുഴപ്പം നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ സ്കിഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി ഗ്രാവൽ തെന്നി കിടക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മളൊന്ന് നോക്കി കണ്ടും വേണം ബ്രേക്ക് പിടിക്കാൻ. അത്രയേ ഉള്ളൂ. ഒത്തിരി ചവിട്ടൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്ത് പറമ്പിൽ കിടക്കും. ഞാൻ ഡ്രൈവറെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ജനറലായിട്ടുള്ള എക്സ്പീരിയൻസ് നമീബിയയിലൊക്കെ ഓടിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നോക്കിയും കണ്ടും ബ്രേക്ക് ഓടണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ഹലോ, ഫോണെ കളിക്കാൻ പറ്റൂല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ ട്രിപ്പിന് വന്നേക്കുന്ന ഫോണെ കളിക്കാൻ പറ്റില്ല. സസിയാനെ ഇറ്റ്സ് നോട്ട് അലൗഡ്. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് എന്താ സംശയം, ഞാൻ ആദ്യം കൂടുതലും ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിന്റെ കാര്യം എന്നാ സംശയ, അമ്മ ടേക്ക് ടു ലോങ്. പിന്നെ ഞങ്ങൾക്കല്ല, പിള്ളേർക്ക് ഒത്തിരി ഉറക്കമാണെങ്കിൽ ഞങ്ങൾ അമ്മയ്ക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ചാൻസ് കൊടുക്കും. അതുപോലെ ഡാർലി ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റിൽ നിന്ന് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനുള്ളൊരു സിഗ്നൽ ഞാൻ പറഞ്ഞുതരട്ടെ, ടെക്നിക്ക് പൊടി. അപ്പം നമ്മൾ അങ്ങ് കണ്ടില്ലേ, അങ്ങ് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും പൊടി പാറുന്നു. അതിനർത്ഥം എത്രയോ കിലോമീറ്റർ അപ്പുറം വരെ. അപ്പോൾ നമ്മൾ അതനുസരിച്ചൊന്ന് കുറച്ചാൽ മതി, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കില്ല, നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. വണ്ടി വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകണം. അങ്ങനെ കിലോമീറ്റേഴ്സ്, ഇവിടെ അങ്ങനത്തെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിന് ശേഷം നമ്മൾ ഒരു ടാർ റോഡിലേക്ക് വരുവാണ്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഇപ്പോൾ ഒരു സിഗ്നൽ ബോർഡ് കഴിഞ്ഞു പോയേ 250 മീറ്റർ കഴിയുമ്പോൾ ടി ജംഗ്ഷൻ വരുന്നുണ്ടെന്നുള്ള സിഗ്നൽ റോഡ്. ഇവിടുത്തെ ഗ്രാവൽ റോഡ് ആണെങ്കിൽ പോലും എല്ലായിടത്തും കേട്ടോ ഇവിടെ സ്റ്റോപ്പ് സിഗ്നൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാവൽ റോഡ് ആണെങ്കിൽ അവർ നന്നായിട്ട് സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തിരിയുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലമാണ് ഗ്രാഫ് റിനെറ്റ് എന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഈ റോഡുകളിലൊക്കെ കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെയുള്ള റോഡുകളിൽ കയറുമ്പോഴേക്കും നമുക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു വഴികളാണ്. 120 പിടിക്കാം കേട്ടോ. 120 വരെയാണ് കിലോമീറ്റർ സ്പീഡ് പറയുന്നത്. നമ്മുടെ ഗ്ലാസ് ഒന്ന് കഴിയേണ്ട സമയമായല്ലോ. ചെളി ഇത്രയും നമ്മുടെ ചെളി വെള്ളത്തിൽ കൂടെ പോയി ഗ്ലാസ് ചെളി അടിച്ചടിച്ച് ഗ്ലാസ്സിലെല്ലാം ചെളിയായി, വിഷ്വലിനെ ബാധിക്കും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഡാർലിയുമായിട്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാർലിയുടെ ഡ്രൈവിംഗ് നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കോ. നമ്മുടെ എല്ലാം ഡ്രസ് കോഡ് സെയിം അല്ലേ ഏകദേശം അല്ലേ? ഓക്കെ, സിയാനും ഞാനും ചല്ലടാ സിയാനെ. ഓക്കെ, പില്ലോ എല്ലാം ഇങ്ങോട്ട് ചാടിച്ചല്ലേ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡാം കണ്ടാണ്. അതിന് പ്രത്യേക സ്ട്രക്ചർ കേട്ടോ. മഡല്ല, അത് ഹോള് പോലെ ഒരു കോൺക്രീറ്റ് ഒരു ഗുഹ പോലെ വെച്ചിട്ടുള്ള ഒരു ഡാം, ഒരു പ്രത്യേക സ്ട്രക്ചർ. അത് കഴിഞ്ഞ് വെള്ളം നല്ല എന്താ പറയുക, കലക്ക വെള്ളം എന്നൊക്കെ ഒരു പ്രത്യേക, അതായത് നിറയ്ക്കുന്നില്ല, കോൺക്രീറ്റ് ഒരു ട്യൂബ് പൈപ്പ് പോലെ കുത്തി നിറച്ചേക്കുന്ന പോലത്തെ ഒരു പ്രത്യേക യുണീക്കായിട്ടുള്ളൊരു ഡാം സ്റ്റൈൽ. അപ്പോൾ ഇത്രയും നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ലൊരു പച്ചപ്പ്. അതിന് ശേഷം ഡാമിൻ്റെ എഡ്ജ് ചേർന്ന വഴി
ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ നിർത്തി കാണാനൊക്കെ, ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രൈവർ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോഴേക്കും റോഡിൻ്റെയും വീതിയും കുറയും, വണ്ടി ഒത്തിരി വരും, വളവുമാണ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ പുതിയ ഡ്രൈവർമാർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഇത് ഒരുമാതിരി നല്ല ഒരു ഡെൽറ്റ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ആനിമൽസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹിപ്പോസും അങ്ങനെയുള്ള ആനിമൽസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സാധാരണ ഇങ്ങനെ വെറ്റ് ലാൻഡിലാണ് കൂടുതലും ക്രൊക്കഡൈല്, ഹിപ്പോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇതിനു വേണ്ടി നിർത്തുന്നില്ല, ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൽഡ് ലൈഫ് നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം.